പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. സമസ്തയിൽ തർക്കപരിഹാരത്തിന് ചേർന്ന ചർച്ചയിൽ സമവായമായില്ല. സുപ്രധാന ഉപാധികൾ ഇരുവിഭാഗവും അംഗീകരിക്കാത്തതാണ് ചർച്ച തീരുമാനമാവാതെ പിരിയാൻ കാരണം. CIC സമസ്തയുടെ നയം അംഗീകരിക്കണം എന്നതാണ് ചർച്ചയിലെ ഏക തീരുമാനം. AK അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, സമസ്തയിൽ ലീഗ് അനുകൂല വിഭാഗവും ലീഗിനെ എതിർക്കുന്ന ഒരു വിഭാഗവും ഇങ്ങനെ സമസ്തയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് തുടരുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് നിയന്ത്രണം വിട്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. മാധ്യമങ്ങളിലൂടെയുള്ള വിഴുപ്പ് അലക്കലുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ലീഗ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു സമവായ ചർച്ച നടത്തിയത്. ആ സമവായ ചർച്ച പരാജയപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അഭിലാഷ്? അരുൺ, സമവായ ചർച്ച പരാജയപ്പെട്ടു എന്നുള്ളതല്ല, അതിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നാളെ മുശാവറ യോഗം ചേരുകയാണ്. നേരത്തെ ചേർന്ന സമവായ യോഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ സമവായ നിർദ്ദേശങ്ങൾ എന്ന് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 7 അംഗങ്ങൾ ചേരുന്ന, 2 വിഭാഗത്തിലുള്ള 7 നേതാക്കൾ ചേരുന്ന ആളുകൾ ഇത് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ സമവായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ ചേളാരിയിൽ നടന്ന യോഗത്തിൽ ഒരു വിഭാഗത്തിൽ നിന്ന് 2 പേർ മാത്രമാണ് പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നാളെ പരിഗണിക്കേണ്ടുന്ന വിഷയങ്ങൾ പോലും തീരുമാനമാകാതെ പിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ കാണേണ്ടതുണ്ട്. കാരണം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ ഈ സമസ്തയിലെ ഇത്തരത്തിലുള്ള ഭിന്നതകൾ മുസ്ലിം ലീഗിലെ സാധ്യതകളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം വടക്കൻ കേരളത്തിലൊക്കെ ചില ബൂത്തുകളിലൊക്കെ ഏതാണ്ട് 20, 25 അല്ലെങ്കിൽ 40, 50 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചു വരുന്നത്. ഇത് ചെറിയ സംഖ്യയാണെങ്കിൽ പോലും, ചെറിയ വോട്ട് ശതമാനമാണെങ്കിൽ പോലും അവിടെ ഇത്തരത്തിലുള്ള ഭിന്നത വളരെ ഗുരുതരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമവായ നീക്കങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ആ സമവായ നീക്കങ്ങളാണ് കല്ലുകടി എന്ന രീതിയിൽ ഇപ്പോൾ ഒരു സമവായ നീക്കങ്ങൾ അല്ലെങ്കിൽ സമവായ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോയത്. ഏതായാലും 2 വിഭാഗവും 2 പാക്കേജുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോകുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, ചുരുക്കത്തിൽ 2 വഴിക്ക് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്.